ഇനി വെള്ളിയാഴ്ചയിലെ ഒരുക്കങ്ങൾ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ഹദീസിന്റെ കിതാബുകളിൽ വെള്ളിയാഴ്ചയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജുമാക്ക് പോകുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ടുന്ന ഒരുക്കങ്ങൾ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എല്ലാ ദിവസവും കുളിക്കും, അതേപോലെ തന്നെ തലയിൽ എണ്ണ തേക്കും, സുഗന്ധം ഉപയോഗിക്കും, മുടി ചീകും, ഡ്രസ്സ് ധരിക്കും, ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ചെയ്യലാണ് വെള്ളിയാഴ്ചയും ചെയ്തതെങ്കിലോ ഒരു പുണ്യവും നമുക്കതുകൊണ്ട് കിട്ടാനില്ല. കർമ്മങ്ങളെല്ലാം ഉദ്ദേശത്തിനനുസരിച്ചാണ് എന്നുള്ളത് ഇസ്ലാമിന്റെ തത്വമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് എന്ന ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ കുളിക്ക് പുണ്യമുണ്ട്, അന്ന് നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നതിന് പുണ്യമുണ്ട്, അന്ന് സുഗന്ധമടിക്കുന്നതിന് പുണ്യമുണ്ട്, അന്ന് നല്ല ഡ്രസ്സ് ധരിക്കുന്നതിന് പുണ്യമുണ്ട്, അന്ന് തലമുടി ചീകി വെക്കുന്നതിന് പുണ്യമുണ്ട്. ഓരോ വിഷയത്തിലും പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅ ഫൽയഗ്തസിൽ, നിങ്ങളിൽ ഒരാൾ ജുമുഅക്ക് വരുന്നുവെങ്കിൽ അവൻ കുളിക്കട്ടെ. ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. ആണായാലും പെണ്ണായാലും, ആണുങ്ങൾ വരികയാണെങ്കിലും പെണ്ണുങ്ങൾ വരികയാണെങ്കിലും അത് പ്രത്യേകം ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി, അബൂ അവാന ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഫത്ഹുൽ ബാരി 2-ാം വാള്യം 285-ാം പേജിൽ ഇതിന്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അത്തൽ ജുമുഅത മിനർ റിജാലി വൻ നിസാ ഫൽയഗ്തസിൽ വമൻ ലം യഅതിഹാ ഫലൈസ അലൈഹി ഗുസ്ലുൻ മിനർ റിജാലി വൻ നിസാ. മൻ അത്തൽ ജുമുഅ, ആരെങ്കിലും ജുമുഅക്ക് വരുന്നുവെങ്കിൽ, മിനർ റിജാലി പുരുഷനാവട്ടെ, വൻ നിസായി സ്ത്രീയാവട്ടെ, പുരുഷനോ സ്ത്രീയോ ആര് ജുമുഅക്ക് വരികയാണെങ്കിലും ഫൽയഗ്തസിൽ കുളിക്കട്ടെ. വമൻ ലം യഅതിഹാ വരാത്തവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വരേണ്ടതില്ലാതിലേക്കുള്ള സൂചനയല്ല, വല്ല കാരണങ്ങളാലും വരുന്നില്ലെങ്കിൽ വരാത്ത ആൾക്കാർക്ക് അന്ന് ഫലൈസ അലൈഹി ഗുസ്ലുൻ മിനർ റിജാലി വൻ നിസാ, പുരുഷനായാലും സ്ത്രീയായാലും കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ നിർബന്ധം അതിലില്ല എന്നർത്ഥം. ഇവിടെയൊക്കെ പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും കുളിക്കട്ടെ, കുളിക്കൽ നിർബന്ധമാണ് എന്നതിലേക്കുള്ള സൂചനകളാണ്. നല്ല വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ് ജുമുഅക്ക് പോകുമ്പോ എന്നാണ്. രണ്ടിനും അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ജുമുഅക്ക് വെള്ളിയാഴ്ച പോകുമ്പോ കുളിക്കൽ നിർബന്ധമാണ് എന്നതിലേക്ക് അറിയിക്കുന്ന ഹദീസുകളുമുണ്ട്, സുന്നത്താണ് നിർബന്ധമല്ല എന്നതിലേക്ക് അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ഈ ഹദീസുകളെയെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തുഹഫത്തുൽ ലഹബദി എന്ന കിതാബിന്റെ മുസന്നിഫ് ഗ്രന്ഥകർത്താവ് അദ്ദേഹം പറയുന്നു, ഖദ് ജാഅ ഫീ ഹാദൽ ബാബി അഹാദീസ് മുഖ്തലിഫ, ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, പല ഹദീസുകളുമുണ്ട്. ചിലത് യദുല്ലു അലാ അന്നൽ ഗുസ്ല യൗമൽ ജുമുഅ വാജിബ്, വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളാണ്. വേറെ ചിലത് യദുല്ലു അലാ അന്നഹു മുസ്തഹബ്ബുൻ, ഒരു പുണ്യകർമ്മമാണ്, നിർബന്ധമല്ല, കുളിച്ചില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല എന്നറിയിക്കുന്ന ഹദീസുകളുമുണ്ട്. വല്ലാഹിറു ഇൻദി അന്നഹാ സുന്നത്തുൻ മുഅക്കദ, ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലായത് അതൊരു ശക്തിയായ സുന്നത്താണ് എന്നാണ്. നിർബന്ധമല്ലെങ്കിലും വളരെയധികം ഒരു ശക്തിയായ സുന്നത്താണ് എന്ന് അദ്ദേഹം 3-ാം വാള്യം 9-ാം പേജിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നിർബന്ധമാണെന്നതിലേക്കുള്ള ചില സൂചനകളായി ഇപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബൈനമാ ഹുവ ഖായിമുൻ ഫിൽ ഖുതുബ യൗമൽ ജുമുഅ ഇദ് ദഖല റജുലുൻ മിനൽ മുഹാജിരീനൽ അവ്വലീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാദാഹു ഉമർ അയ്യത്തു സഅത്തിൻ ഹാദിഹി ഖാല ഇന്നി ശുഗിൽതു ഫലം അൻഖലിബ ഇലാ അഹ്ലി ഹത്താ സമിഅതു തഅദീന ഫലം അസിദ് അൻ തവല്ലഅതു فقال والوضوء ايضا وقد علمت ان رسول الله صلى الله عليه وسلم كان يأمر بالغسل رواه البخاري. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദഖല റജുലുൻ മിനൽ മുഹാജിരീനൽ അവ്വലീൻ, മുഹാജിറുകളിൽപ്പെട്ട ഒരാള് പള്ളിയിലേക്ക് കയറി വന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും കയറി വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഫനാദാഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അയ്യത്തു സഅത്തിൻ ഹാദി, ഇതേതാ സമയം എന്നറിയോ, ഇപ്പോഴാ ജുമുഅക്ക് വരിക, എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി ശുഗിൽതു, ജോലി തിരക്കിൽ പെട്ടുപോയി, ഫലം അൻഖലിബ ഇലാ അഹ്ലി, എന്റെ കുടുംബത്തിലേക്ക് പോയി അതേപോലെ തന്നെ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ശരിയായ രൂപത്തിൽ ഒരുങ്ങുവാൻ എനിക്ക് സാധിച്ചില്ല. ഹത്താ സമിഅതു തഅദീന, ഞാൻ അപ്പോഴേക്ക് ബാങ്ക് വിളി കേട്ടു. അപ്പൊ വെറും വുളു എടുത്തിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വഖദ് അലിംത, നിനക്കറിയില്ലേ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു ബിൽ ഗുസ്ലി,
നബി കുളിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കൽപ്പന നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, നിർബന്ധമല്ലെങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്തിനാണത് മിമ്പറമെന്ന് പരസ്യമായിട്ട് പറഞ്ഞത്. മറ്റേ വിഭാഗം പറയുന്നത് നിർബന്ധമാണെങ്കിൽ ഉമർ ഖത്താബ് പോയി കുളിച്ചു വാ തന്നെ പറയില്ലേ, അപ്പൊ അതൊരു നിർബന്ധമല്ല, ഒരു ശക്തിയായ സുന്നത്താണ് എന്നേ ഇതുകൊണ്ടും കരസ്ഥമാകുന്നുള്ളൂ എന്ന് രണ്ടു കൂട്ടരും ഇത് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ പല നിലക്കുള്ള ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തുഹഫത്തുൽ അഹ്വദിയുടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞതുപോലെ ഒരു സുന്നത്തുൻ മുഅക്കദത്തുൻ നിർബന്ധമായ ഒരു കാര്യം അയാൾ ഉപേക്ഷിച്ചു എന്ന നിലക്കല്ലെങ്കിലും ഒരു ശക്തിയായ സുന്നത്താണ് വെള്ളിയാഴ്ച കുളിക്കൽ, ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പ്രത്യേകം അന്ന് നിർദ്ദേശമുണ്ട്. തീബൻ, സുഗന്ധം ഉപയോഗിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുകയുണ്ടായി. അതും ബുഖാരിയിൽ കാണാവുന്ന ഹദീസുകളാണ്. അപ്പോ ഈ ദിവസം കുളിക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവണം. വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ സാധാരണ ദിവസം കുളിക്കുന്നത് പോലെ കരുതിയാൽ പോരാ, ഇത് വെള്ളിയാഴ്ചയുടെ കുളിയാണെന്ന് കരുതിയാൽ തന്നെ ആ കൂലിയിട്ടുള്ളൂ. അതേപോലെ തന്നെ എണ്ണയിടാൻ, തലമുടിയിൽ എണ്ണ ചീകാൻ, എണ്ണയിട്ട് മുടി ചീകാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, കഴിയാവുന്നത്ര ശുദ്ധി വരുത്തി വെള്ളിയാഴ്ച ദിവസം വയത്തഹിനു മിൻ ദുഹിനിഹി, എണ്ണയെടുത്ത് പുരട്ടി, ഔ യമസ്സു മിൻ തീബി ബൈത്തിഹി, തന്റെ വീട്ടിലുള്ള തന്റെ കയ്യിലുള്ള സുഗന്ധം ഉപയോഗിക്കുന്നു. അങ്ങനെ സുമ്മ യഖ്റുജു, അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഫലാ യുഫർരിഖു ബൈന ഇസ്നൈൻ, രണ്ടാളുകൾക്കിടയിൽ അവൻ വേർപിരിക്കുന്നില്ല. പള്ളിയിൽ കയറിയിട്ട് അനാവശ്യമായിട്ട് വൈകിട്ട് പള്ളിയിൽ കയറി ഇരിക്കുന്ന ആൾക്കാരെ ശല്യം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. സുമ്മ യുസല്ലി മാ കുതിബ ലഹു, പിന്നീട് അവന് നിശ്ചയിച്ചിട്ടുള്ള നിസ്കാരം അവൻ നിർവഹിച്ചു. എന്നാ പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്താണ് ആ ഉദ്ദേശം. സുമ്മ യുൻസിതു ഇദാ തകല്ലമൽ ഇമാം, ഇമാമ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ഇമാമ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ ശ്രദ്ധയോടുകൂടെ മൗനിയായിരുന്നത് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ, അവന്റെ രണ്ട് ജുമുഅകൾക്കിടയിലുള്ള പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതും ബുഖാരിയിലുള്ളതാണ്. അപ്പൊ ഇവിടെ കുളിയുടെ കാര്യം പറഞ്ഞു, എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞു, സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, പള്ളിയിലേക്ക് പുറപ്പെട്ട് ആളുകളെ ശല്യം ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം ആൾക്കാരിങ്ങനെ തിരക്കിയിരിക്കാണ്, അവരെ പെരടി ഇങ്ങനെ ചാടിക്കിടന്ന് ആവശ്യമില്ലാതെ പോവുക. എന്നാൽ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കാരണവശാലും ഇങ്ങനെ ആൾക്കാരെ ചാടിക്കിടന്നു പോകാൻ പാടില്ലേ, അതോ ഉണ്ടോ? ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുന്നു. ഖാല ശാഫിഈ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അക്റഹു തഖത്തി, ഇങ്ങനെ ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ ഞാൻ വെറുക്കുന്നു. ഇല്ലാ ലിമൻ, ഒരാൾക്കല്ലാതെ. ലാ യജിദു സബീല ഇലൽ മുസല്ല ഇല്ലാ ബിദാലിക, നിസ്കാര സ്ഥലത്തേക്ക് എത്ര ഇങ്ങനെ ആൾക്കാരെ ചുറ്റി കവിച്ചു വെച്ച് പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലാതെ നിർവാഹമല്ല. വഹാദാ യദ്ഖുലു ഫീഹിൽ ഇമാം, ഈ വിഷയത്തിൽ ഇമാമിന് പ്രത്യേക നിയമമാണ്. കാരണം ഒമൻ യുരീദു അസ്ലസ്സത്തിൽ മുൻഖത്തി, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം മിമ്പറുടെ ഭാഗത്തേക്ക് എത്താൻ ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് പോകലല്ലാതെ നിർവാഹമില്ല. അത്തരം ഘട്ടത്തിൽ ഇമാമിന് അനുവദനീയമാണ്. അതേപോലെ തന്നെ വമൻ യുരീദു വസ്ലസ്സത്തിൽ മുൻഖത്തി ഇൻ അബസ്സാബിഖു മിൻ ദാലിക്, ഒരാള് ആദ്യത്തെ മുമ്പിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ സഫുന്ന ഒരാൾ എഴുന്നേറ്റ് പോയി, അയാൾ പിന്നെ അങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആ സഫിലേക്ക് കയറിയിരിക്കേണ്ട ഉദ്ദേശത്തിന് വേണ്ടി നമുക്ക് ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് പോകാം. അതേപോലെ തന്നെ വമൻ യുരീദു റുജൂഅ ഇലാ മൗദിഇഹി അല്ലദീ ഖാമ മിൻഹു ലിദറൂറ, ഒരാൾ മുമ്പിലെ സഫിലായിരുന്നു, ഉളുമുറിഞ്ഞു, ആവശ്യത്തിന് പുറത്തു വന്നു, ഉളുണ്ടാക്കിയാൽ അയാളുടെ വീണ്ടും ആ സ്ഥലത്തേക്ക് അയാൾക്ക് തിരിച്ചു പോകുന്നതിന് ഈ വിലക്ക്